അപ്പോഴേ ഉള്ളിയും കിഴങ്ങും ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കിഴങ്ങിൻ്റെ താഴെ ഉള്ളിയാണ്, കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് ഉള്ളിയാണ് വേണ്ടത്. പിന്നെ ഗ്രീൻ പീസും ക്യാരറ്റുമാണ്, വേവിച്ചെടുത്ത ഗ്രീൻ പീസാട്ടോ. പിന്നെ കറിവേപ്പില, മല്ലിച്ചപ്പ്, പച്ചമുളക് ആവശ്യത്തിന് എടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ആദ്യം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കട്ടെ. എന്നിട്ട് നമുക്ക് ഉള്ളിയിട്ടിട്ട് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്ക് കിഴങ്ങ് പിന്നെ അതുപോലെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസ് നേരത്തെ വേവിച്ചത് കൊണ്ട് തന്നെ നമുക്ക് അത് ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇത് ഞാൻ കറിവേപ്പില, പച്ചമുളക്, മല്ലിച്ചപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിലാട്ടോ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നത്. അത് വിട്ടുപോയതാണ്. വെളിച്ചെണ്ണ ചൂടായിട്ട് ആദ്യം അത് ചേർക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ അതുപോലെ ഗരം മസാല, പിന്നെ ചെറിയ ചീരത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ. ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്താലും മതി. എന്നിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക കേട്ടോ. അങ്ങനെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസ ഷീറ്റ് എടുക്കാം. എങ്ങനെ ഫോൾഡ് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. രണ്ട് കൈ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഒരു പോക്കറ്റ് ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഫോൾഡ് ചെയ്താൽ നമുക്ക് മസാല ഫില്ല് ചെയ്യാനുള്ള ഒരു പോക്കറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുറച്ച് ആഡ് ചെയ്താൽ മതി. അതിൽ ഫുള്ളായിട്ട് ആഡ് ചെയ്താൽ നമുക്കിതുപോലെ ഫോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും, ഗ്യാപ്പ് കൂടുതൽ വരും കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഭാഗം എക്സ്ട്രാ ഉണ്ടാവും, അത് ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. കുറച്ച് മൈദയും വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് ഒട്ടിക്കാനുള്ള പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ കൈ വെച്ചോ ബ്രഷ് വെച്ചിട്ടോ ഇതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ 3 കോർണറിലും ഞാൻ ആ ഒരു പേസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്യണ സമയത്ത് ഉള്ളിലേക്ക് എണ്ണ കയറണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ. നമ്മൾ ഒട്ടിച്ച് കൊടുത്ത ആ പേസ്റ്റിന് പകരം പച്ചവെള്ളത്തിൽ ഈ ഷീറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഒട്ടിച്ച് കൊടുത്താലും അതങ്ങനെ സ്റ്റിക്കായി നിൽക്കും. ഞാൻ പൊതുവെ ഇങ്ങനെയാണ് മൈദ പ്ലസ് വെള്ളം കൂട്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാറുള്ളത്. എന്നിട്ട് ചൂടായ എണ്ണയിലോട്ട് നമ്മളത് ഇടുന്നു, ഫ്രൈ ആവുന്നു, കഴിക്കുന്നു. അത്രയും. അങ്ങനെ നമ്മുടെ മൊഞ്ചുള്ള സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സേവ് ആക്കിക്കോ, ട്രൈ ആക്കിക്കോ. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ.